ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷോർട്സൊക്കെ ഇങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ മോളും ഐറൂസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒന്നല്ലേ ജസ്റ്റ് ഒന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതാ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇതൊക്കെ അവിടെ അലക്കാനൊക്കെ ഇട്ട് ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അലക്കാനും വിരിക്കാനൊക്കെ ഉണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഞാൻ 8 മണി ആവുന്നുണ്ട്. ഇതുമൂന്നും വയ്യാത്തതുകൊണ്ട് ഓളും മദ്രസക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മറ്റേ ഇതുണ്ട് അമ്പയറാണ് ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നത്. അമ്പയർ അവിടെ അടിപൊളിയായിട്ട് കുതിർന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുക്കറിലിട്ട് അയറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ, സ്ഥിരം ചെയ്യണ പോലെ തന്നെ മുളക് പൊടി ഇടാതെ ജസ്റ്റ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെക്കാമെന്ന് കരുതി. ഇതാ എൻ്റെ കെട്ടിയവനും ഇവിടെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മുപ്പർക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു അലർജിയാണ്. എന്നെ എടുക്കേണ്ട അത് എടുത്തോ എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഞാൻ വേഗത മമ്പയർ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ അത് ഇതുപോലെ 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് മമ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കും ഇതുമൂന്നും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കെട്ടിയവന് ഇത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഉപ്പരാണെങ്കിൽ സമയം 8 മണിയായാലും വിശക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണമുണ്ട് കേട്ടോ. 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടി. അപ്പോൾ ഞാൻ പൊറോട്ട കൊണ്ടുവന്നാലോ എന്ന് മെല്ലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മമ്പയർ കറിയാണ് അടുപ്പത്തിടുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇത് അടച്ച് വെക്കട്ടെ. നല്ല ചെറിയ തീയിൽ അങ്ങനെ നല്ലോണം വേവണം. അപ്പോഴാണല്ലേ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്ക് ഡോക്ടറല്ല മരുന്നൊക്കെ കുടിക്കാനുള്ളത് കൊണ്ട് ഇന്ന് മദ്രസക്ക് പോയിട്ടില്ല. അപ്പോൾ ഇന്നും കൂടി റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. കുളിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുളിക്കാതെ അപ്പോൾ നമുക്ക് മദ്രസക്കൊക്കെ പറഞ്ഞേക്കാൻ മടിയല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സങ്കേതാണത് ഗൈസ്. ഇതുമ്മൻ്റെ ടേബിളും ഇതുമ്മൻ്റെ മേശയും ഇത് മൊത്തം ബുക്ക് വെക്കുന്നതിന് പകരം ഉള്ള നൂലിൻ്റെ ഒരു ഘോഷയാത്രയാണ് ഗൈസ്. ഇതുണ്ടാവും ക്രോഷറ്റ് ചെയ്യാൻ ഏതിനാണ് നോക്കി. അതാ ഇത് ഈ സഞ്ചി ഉണ്ടല്ലോ, ഇത് ഓളുണ്ടാക്കിയതാണ്. ഈ സഞ്ചിയിൽ ഫുള്ളും എന്താ നൂലുകൾ ഇതൊക്കെയാണ് ഓരോരോ സുന. എന്നാ അപ്പം മോട്ടറെടുത്ത ഇത് കണ്ടോ, ഇത് ഓളുണ്ടാക്കിയ ചെറിയ കുഞ്ഞി ടെഡിബെയർ. കുട്ടിയൊക്കെ ഇട്ട് കണ്ട് അതിനകത്ത് ഇടങ്ങേറാകും. ഇതൊക്കെയാണ് അത്ര പണി. അടുത്തത് എന്തോ കുസിനിപ്പനെ ഒപ്പിച്ചിട്ടുണ്ട്. ഈ മേശമ കാണുന്ന ഇതൊക്കെ ഇന്നലെ പോയപ്പോൾ ഇതോട് വാങ്ങിപ്പിച്ച നൂലുകളാണ്. ഇത് കണ്ണ് മൂക്ക് ചെവിയൊക്കെ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മേശ എന്താ ഇങ്ങനെ അലമ്പായി കിടക്കുന്നത്. ഈ മേശൻ്റെ മറ്റേ ഈ പെയിൻറ്റ് മുഴുവൻ ഓള് കൊടുത്ത് കേട് വരുത്തിയതാണ് ബസ്. ഇതാണ് നമ്മളെ മഹതി. വലുതായി വരട്ടെ. ഈ ബൊമ്മക്കുട്ടീൻ്റെ പഞ്ഞിയും കഴിഞ്ഞ് മറ്റേ ബൊമ്മക്കുട്ടീൻ്റെ പഞ്ഞിയും കഴിഞ്ഞ് ഇത് ഉളപ്പിച്ച് ഒക്കെ ഒരു ഫാന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഒക്കെ അറിയോ, ഇത് തന്നെ ഇതാണ് നമ്മളെ ഈ ഡ്രസ്സൊക്കെ വെക്കുന്നതിന്. ഇവിടെ ലൈറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളിടാഞ്ഞിട്ടാണ്. ഇതെപ്പോഴോ കാട്ടുന്നത്. ഇതൊക്കെ ഉള്ള കലാവിപ്പ്. ഇത് ഈ റൂം നമുക്ക് ഇനി ഒരു പുരാതന വസ്തുവാക്കിയിട്ട് നമുക്ക് വെക്കാം. അതൊക്കെ അവള് ഇതിൻ്റെ ഐറൂസാട്ടോ. ഓരോ ഡ്രസ്സാ. ഇവിടെ ലൈറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചത്. ലൈറ്റ് ഇല്ലാണ്ട് ആണോ, ലൈറ്റ് ഉണ്ട്. പക്ഷേ ഈ റൂം ഇത്രയും അവള് വൃത്തികേടാക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓളെ റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മളിവിടെ വാതിൽ മുട്ടുന്ന ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ആരാ, നമ്മുടെ രാജകുമാരൻ എഴുന്നേറ്റ് വരികയാണ്. ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ എനിക്ക് തോന്നുന്നു പനീൻ്റെ മരുന്നും ഒരു രാത്രി പറഞ്ഞിട്ടൊരു മരുന്നുണ്ടായിരുന്നു. ആ മരുന്ന് കുടിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങാൻ കുട്ടികൾ അടങ്ങി കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള മരുന്നായിരിക്കും. അതുകൊണ്ട് തന്നെ വേഗം ഒരു 10-10:30 ആയപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ വേഗം പണി
ചെയ്തു, ഞങ്ങൾ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ നേരെ എഴുന്നേറ്റ് പോകണം വെള്ളം എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് അങ്ങ് പോണത് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനാണ് എൻ്റെ ഹസ്ബൻഡിന് നല്ല കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പോകുന്നതാണ് ഇതുമുൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസം നിങ്ങൾക്ക് ഇതുമുൻ്റെ റൂം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മൂപ്പർക്ക് കൊടുത്ത കാപ്പി ഓന് കൊടുത്തപ്പോൾ ഓന് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഓന് ഇനിയും വേണം എന്ന് പറഞ്ഞാൽ കപ്പിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓന് വേറെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ ഓൻ്റെ പിന്നെ ചായ ഒക്കെ കുടിക്കണമെങ്കിൽ ഓൻ്റെ ടാബ് വേണം. അതാ ഇതും ആ റൂമിൽ നിന്ന് ഓനെ കണ്ടപ്പോൾ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. കാരണം ആ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഐറൂസ് അങ്ങോട്ട് വരും. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓളെ സംഭവങ്ങളൊക്കെ ഓളെ പിന്നെ നൂലും കാര്യങ്ങളൊക്കെ ഓന് അടിപൊളിയാക്കും. ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പൊറോട്ട വേണം എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മൂപ്പര് ഏതായാലും പൊറോട്ട കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഏതായാലും പാവല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇനി മൂപ്പര് ഏതാ മമ്പയർ കറിയാണ്. മമ്പയർക്ക് പൊറോട്ട നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം മമ്പയർക്ക് പിന്നെ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. ഐറൂസിൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ തന്നെ ഐറൂസിൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടു. പിന്നെ ഞാൻ വേഗം എടുത്തുവെച്ചു. അപ്പോഴാണ് ഞാനിവിടെ നിന്ന് കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് വെളിച്ചം പെട്ടെന്നൊരു വെളിച്ചം അങ്ങോട്ട് കത്തി. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ മൂപ്പരെ വിളിച്ചുകൊണ്ടതാണ് നോക്കിയാൽ ഇത് പെട്ടെന്ന് കത്തിയത്. പിന്നെ ഇതിലൊന്നല്ല നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ റാക്കിൻ്റെ മുകളിൽ വെച്ച സാധനമായിരുന്നു ഇത്. ആ മൂലക്കല്ല് അവിടെ വെച്ചതായിരുന്നു റാക്കിൻ്റെ നെറുവിൽ. അപ്പോൾ പെട്ടെന്ന് കത്തുന്നുണ്ട്. ഇനി വയറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവിടെ കുത്തി വെച്ചിട്ടൊന്നുമില്ല. അത് കണ്ടോ നല്ല എപ്പോഴും നല്ല വെളിച്ചം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ എന്ത് മായാജാലാന്ന് വിചാരിച്ച് മൂപ്പരെ വിളിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് സ്വിച്ച് ഇട്ടിട്ടും ഓഫാണില്ല, ഓണാവണില്ല. അതിങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് എന്ത് ബൾബാണ് എന്ത് സംഭവമാണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങനെ എല്ലാവരും കുറേ ചിരിച്ച് ഇതുമൊക്കെ കുത്തി മറന്ന് ചിരിച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മളേതൊരു സ്വിച്ച് ഇടാതെ ബൾബ് ബോർഡർമേൽ വെക്കാതെ ഒന്നും ചെയ്യാതെ എന്നത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ. കയ്യിലൊക്കെ വെച്ചിട്ടാണ് അത് കത്തുന്നത്. എന്ത് പിന്നെ ഉടായ്പാണ് മനസ്സിലാവണില്ല എന്നൊക്കെയാണ് പിന്നെ കിട്ടി പറയണത്. മുപ്പരോട് കടയിൽ നിന്ന് വാങ്ങി വന്നത് ഇപ്പോൾ നമ്മൾ കേട് വന്ന ബൾബാണ് കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മൾ റാക്കിൻ്റെ നോക്ക് എടുത്ത് വെച്ചതായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് കത്തിയതാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇരുന്നതാണ്. ഏതായാലും നമുക്ക് പൊറോട്ടയും കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി ഒന്ന് തൂമിച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും മേശപ്പുറത്ത് നിരനിരയായി ഇരുന്നിട്ടുണ്ട്. ഐറൂസും മുന്നിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനൊരു കുഞ്ഞി കഷ്ണം അപ്പോൾ കുഞ്ഞാക്കി മുറിച്ചിട്ട് കൊടുത്തു. കാരണം ഓന് പിന്നെ പനിയൊക്കെ ഉള്ളതല്ല, പിന്നെ ഇപ്പോൾ ദഹിക്കാതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് കൊടുത്തില്ല. ഇനി ഓനൊരു ദോശ എന്തെങ്കിലും നമുക്ക് പൊടി കലക്കി പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ചുട്ട് കൊടുക്കാമെന്ന് കരുതി തൽക്കാലം ഓന് ഓലപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചതാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് പൊറോട്ട കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. എനിക്ക് ഇന്ന് എന്താണെന്ന് അറിയില്ല. ഞാൻ രാവിലെ 10 ഒക്കെ ഉണ്ടാക്കാം, നമുക്ക് വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. നീച്ച് വന്നപ്പോൾ ഭയങ്കര മടി. അപ്പോൾ ഞാനത് പിന്നെ ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ പൊറോട്ട കൊണ്ടുവന്നപ്പോൾ മൂപ്പര് അതിൻ്റെ ഒപ്പം തന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇന്നലെ മോളൂനും മീൻ കഴിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓളിങ്ങനെ പറയുന്നത് നല്ല മീനൊന്നുമില്ല അമ്മച്ചി ഇവിടെ കിട്ടാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂപ്പരോട് രാവിലെ തന്നെ മീൻ കൊണ്ടുവരേണ്ടി മോളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നല്ല മീനും കൊണ്ടുവന്ന്. അപ്പോൾ മോള് പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാമെന്ന് കരുതുക. പാലൊക്കെ എടുത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുളകിടുക, കുറച്ച് പിന്നെ തലയും വാലും അങ്ങനെയൊക്കെയുള്ള പീസുകളും ഉണ്ട്, നല്ല നല്ല കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് നന്നായിട്ടൊരു മുളകും ഇടുക പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മമ്പയർ നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുള്ളതുകൊണ്ട് ഉച്ചക്ക് ഉപ്പേരിയായിട്ടും മമ്പയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചായക്ക് പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇടുകയാണ്. തളിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടാളും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ എല്ലാവരും വന്ന് അങ്ങനെ ഇരുന്ന് ഓരോരോ വർത്തമാനം പറഞ്ഞിങ്ങനെ അടുക്കളയിൽ തന്നെയാണ്. അടുക്കളയാണ് നമ്മുടെ മെയിൻ. ഇവിടെയാണ് നമുക്ക് സൗകര്യം. പക്ഷെ ഇവിടെ ഫാനും കൂടി ഫിറ്റ് ചെയ്ത അടിപൊളിയാണ് കേട്ടോ. കാരണം ഇവിടെയാണ് നമുക്ക് കൂടുതൽ സൗകര്യം ഇരിക്കാനും എല്ലാവരും. കാരണം ഞാൻ കൂടുതൽ ടൈം അടുക്കളയിലാവുമ്പോൾ മക്കളും ഇവിടെ എത്തും. മക്കളും ഇവിടെ എത്തിയാൽ പിന്നെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഇവിടെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും സുഖം അവിടെ ആയിരിക്കും എന്ന്. എന്തായാലും ചായയൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഐറൂസ് ആണെങ്കിൽ ഇപ്പോഴും 2 കസാല കൂട്ടിയിട്ടിട്ട് ഉള്ള ഡാൻസ് കളിയാണ് കേട്ടോ. ഓന് ആ കാർട്ടൂൺ TV-യിൽ അല്ല ഫോണിലുള്ള സംഭവങ്ങൾ കണ്ടിട്ട് അതേപോലെ തന്നെ ഡാൻസ് കളിക്കും. എന്നിട്ട് ഓൻ കളിക്കണ പോലെ ഞാനും കളിക്കണം. എന്നിട്ട് ഞാൻ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മിഞ്ഞി കളിക്കുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അപ്പോഴാണ് ഞാൻ അങ്ങനെ മേശയൊക്കെ തുടച്ച് വരുമ്പോഴാണ് മോൾ ഓടി വന്നിട്ട് എന്തോ റീൽസ് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കും വെച്ചെന്നും പറഞ്ഞിട്ട് അത് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതുമ്മും വന്ന് പാളി വെക്കുന്നുണ്ട്. ഓക്ക് പിന്നെ എന്ത് ഞാൻ കാണണമെങ്കിൽ യൂക്കും കാണണം കേട്ടോ. ഓള് കയ്യിൽ ഇപ്പച്ചീൻ്റെ ഫോണാണ്. ഇപ്പച്ചി കൊടുക്കോ ബാങ്കൊക്കെ അങ്ങോട്ട് കൊടുക്കോ പോയിട്ടുണ്ട്. അപ്പോൾ ഓള് ഇപ്പച്ചിയുടെ ഫോണിലാണ് കളി. എന്നാലും ഞാൻ
ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വെച്ച് നമുക്ക് ഇനി ഉച്ചക്ക് ഫുഡെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ പൊറാട്ടയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഐറൂസിൻ്റെ ഡാൻസ് കണ്ടപ്പോൾ ഞാനും പോയിട്ട് ജസ്റ്റ് ഒന്ന് കുലുങ്ങിയതാണ് കേട്ടോ. ഓന് 2 കസാല ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ ഓനിങ്ങനെ സമാധാനത്തിൽ ഡാൻസ് കളിക്കാമല്ലോ. അതിൽ ടേബിൾ കാണുന്ന അതേപോലെ തന്നെ ഓൻ കളിക്കും കേട്ടോ. അതിലുള്ള കുട്ടികൾ കളിക്കണ പോലെ ഇങ്ങനെ കളിക്കും. അപ്പം ഞാൻ ഇപ്പോൾ ഓൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓന് ഉമ്മ കൊടുത്താൽ അപ്പം തുടക്കും കേട്ടോ. അപ്പോൾ ഓന് ഉമ്മ കൊടുക്കുന്നത് ഇഷ്ടേ ഇല്ല. ആദ്യമൊക്കെ നല്ല ചുണ്ടുമ്മൽ തന്നെ നമുക്ക് ഉമ്മയ്ക്ക് തരാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചുണ്ടുമ്പോൾ ഉമ്മ കൊടുത്താൽ അപ്പം തന്നെ ഓൻ കൈകൊണ്ട് അങ്ങോട്ട് തുടക്കും. അപ്പോൾ ഞാൻ ഓനങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുണ്ടുമ്മൽ ഇങ്ങനെ ഉമ്മ കൊടുത്ത് പോകുന്നതാണ്. അതായത് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. അതൊക്കെ കഴുകി വെച്ചിട്ട് വേണം നമുക്ക് മീൻ കട്ട് ചെയ്ത് റെഡിയാക്കാനും സെറ്റാക്കാനും ഒക്കെ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ വാഷ് ബേസിൽ സിങ്കിൽ കൊണ്ടുപോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. കുറച്ച് ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. നമ്മൾ ചായ കുടിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല. ചായ ഉണ്ടാക്കിയ പാത്രവും പിന്നെ കഴിച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വേഗം കഴുകി വെച്ച് അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാത്രം കഴുകി വെച്ച് കഴിയുമ്പോഴത്തെ പാത്രങ്ങൾ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ചില ദിവസം ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒരു ക്ലീനിങ് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ പുളി വെള്ളത്തിലിടട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് മീനൊക്കെ കട്ട് ചെയ്യുക. എന്നാൽ പിന്നെ പുളി പൊതിർന്നോളുമല്ലോ. അപ്പോൾ കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ പുളി വെക്കാറുള്ളത്. അപ്പോൾ എടുത്ത് ഒന്ന് കഴുകിയിട്ട് ചുടുവെള്ളത്തിൽ ഇട്ടേക്കാന്ന് കരുതി. തിളച്ച വെള്ളം നമ്മൾ ഫ്ലാസ്കിലുണ്ടല്ലോ. അപ്പോൾ തിളച്ച വെള്ളം പാർന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് നല്ല പുളിയൊക്കെ കൈയിടത് പുറത്തൊക്കെ വന്നോളൂല്ലോ. അപ്പോൾ അതിന്ന് പുളി ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഫ്ലാസ്കിൽ നിന്ന് തിളച്ച വെള്ളം പാർന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് പൊതിർന്നിട്ട് എടുക്കാൻ. അപ്പോഴേക്കും നമുക്ക് മീനും കട്ടിയിലും കാര്യങ്ങളൊക്കെ അതും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വേഗത അടുപ്പത്ത് ഇപ്പോൾ വെച്ചിട്ടുള്ളത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് മോള് മുട്ട പുഴുങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഐറൂസിനും ഞങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും ഓരോന്ന് മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം കഴുകൽ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് മീൻ കട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷേ മീനായതുകൊണ്ട് തന്നെ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ അപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റെഡിയാക്കാനേ ഉള്ളൂ. അധികം പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഐറൂസാണെങ്കിൽ അവിടെ ഫോൺ ടേബിൾ കളിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ അലമ്പും ഒന്നുമില്ല കേട്ടോ. അവിടെ നിൽക്കുന്ന നേരം ഞാൻ വേഗം ഇവിടെ പണി തീർക്കാണ്ട് പ്രത്യേകിച്ച് പച്ചക്കറി കാര്യങ്ങൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. മീൻകറി പിന്നെ നെയ്ച്ചോറ് ഗീ റൈസും ഉണ്ടാക്കാമെന്ന് കരുതി. ഗീ റൈസ് ആകുമ്പോൾ ഐറൂസും കഴിച്ചോളും ഇതുമ്പും കഴിച്ചോളും. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണം. എന്തായാലും കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മളിതൊന്ന് ജസ്റ്റ് കഴുകിയും കൂടി വെച്ചാൽ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒരു ചെമ്മീൻ്റെ ഒരു ഒന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയൊരു ചെമ്മീൻ അതിൽ പെട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് ഐറൂന് എന്തെങ്കിലും പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മീൻ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് മാറ്റി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടപാത്രത്തിൽ അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അതിലേക്കുള്ള കുറച്ച് ചതക്കാനുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഒന്ന് തൊലിച്ചൊക്കെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. പച്ചമുളക് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമൂന്നങ്ങ് വിളിക്കുന്നുണ്ട് ഈ കടയിൽ പോയിട്ട് കുറച്ച് പച്ചമുളക് വാങ്ങിക്കൊണ്ടിരുന്ന്. പൂണാണെങ്കിൽ ഫോണിലാണ്, ഓളപ്പച്ചിൻ്റെ ഫോൺ എപ്പോഴെങ്കിലും കിട്ടണ അവൾക്ക്. അപ്പോൾ അതെടുത്തിട്ട് ഓള് ഫോൺ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഉള്ളത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ചതക്കിയെടുക്കും. കുറച്ച് മിക്സിയിൽ ഉണ്ടായിരുന്നു, ജാറിൽ ഉണ്ടായിരുന്നു കേട്ടോ ചതക്കിയത്. അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ചും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ചതക്കി എടുത്തു. നമുക്ക് മീനൊക്കെ നന്നായിട്ട് മസാല പുരട്ടുമ്പോൾ ഒക്കെ തേക്കാലോ എന്ന് കരുതി. അങ്ങനെ ചതക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഐറൂന് പാല് കൊടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. കാരണം ഓന് രാവിലെ എണീറ്റ് വരുന്നാൽ ഞാൻ ആദ്യം കൊടുക്കാറ് പാലാണ്. പക്ഷേ ഇന്ന് എണീറ്റ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ മൂപ്പര് കാപ്പി കുടിച്ചവിടെ പോകാനാണ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാലുകൂടി നടന്നിട്ടില്ല. പിന്നെ പൊറാട്ട അതും ഇതൊക്കെ ഇങ്ങനെ മമ്പയർ ഉപ്പേരിയും അതൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നു. അപ്പോൾ പാൽ കുടിക്കായിട്ടൊരു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അത് കൊടുത്തു. അപ്പോൾ ഒറ്റയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കിച്ചണിൽ പോകുന്നു. മോളവിടെ കിടക്കുകയും നോക്കും. ഇങ്ങനെ ചെറുതായിട്ട് തലവേദന ജലദോഷം വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓളവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എണീറ്റ് വന്നതാണ്. പിന്നെ അവിടെ ഐറൂൻ്റെ അടുത്താണ് ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കിച്ചണിൽ വന്നിട്ട് ഗീ റൈസ് ആദ്യം വെക്കട്ടെ, എന്നാൽ പിന്നെ ചോറ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം ഐറൂന് വിശക്കുകയാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് കുക്കറിൽ വമ്പയറായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കുക്കർ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഇരട്ടി വെള്ളം അടുപ്പത്ത് കറണ്ട് അടുപ്പുമ്മേൽ വെച്ച് തിളപ്പിച്ചു. വേഗം ഗ്യാസുമ്മേൽ ഞാൻ ഗീ റൈസും പെട്ടെന്ന് സെറ്റാക്കി കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് തന്നെ നെയ്യും ഓയിലും കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഉള്ളിയൊക്കെ വാട്ടി തിളച്ച വെള്ളം ഒഴിച്ചു. പിന്നെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 3 ഗ്ലാസ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നുള്ളൂ
ഉള്ളൂ. അതന്നെ ഉണ്ടാവും, ഉച്ചക്കും ഉണ്ടാവും രാത്രിക്കും ഉണ്ടാവും. അങ്ങനെ അതവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം മീൻ കറിയും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ അതാ വാട്ടിയെടുക്കുന്നുണ്ട്. വാടി വന്നപ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചതുക്കി വെച്ചത് എടുത്തു കേട്ടോ. പിന്നെ പച്ചമുളക് കീറിയിടാഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നത്. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അതാ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് നമുക്ക് കറി ഒന്ന് കുറച്ച് കുറുന്നനാവാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടു. പിന്നെ അതാ ഗരം മസാലയും ഫിഷ് മസാലയാണ് ഇട്ട് കൊടുക്കുക. ഫിഷ് മസാല പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മീൻകറിയൊക്കെ റെഡി ആയതിന് ശേഷം ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ഓഫ് ചെയ്യാൻ നേരത്തും അതും ഇട്ട് കൊടുക്കും. പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കും. ഏതായാലും അതവിടെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെയൊക്കെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ. എന്നിട്ട് പിന്നെ എനിക്ക് ഇളം ചൂടുവെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ബാക്കി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുളി പിഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിലായതുകൊണ്ട് മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റിനെ മാറുമല്ലോ. അപ്പോൾ വേഗം ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ ആ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം പിഴിഞ്ഞിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇന്നൊക്കെ മാത്രമല്ല നാളെയും കൂടി പിന്നെ കറിയായിട്ട് നമുക്ക് നാളെ രാവിലത്തേക്കെങ്കിലും നമുക്ക് ഈ മീൻകറി വേണം. കാരണം മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവർക്കും അതായത് മൊത്തത്തിൽ ഇതുമൂന്നായാലും മോളൂനൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് മതിയല്ലോ എഴുതി. പിന്നെ ഇതായിട്ട് ലാസ്റ്റ് നമ്മൾ മീനിട്ട് കൊടുത്തു കേട്ടോ. മീനിട്ട് കൊടുത്തു. അതിക്ക് കറിവേപ്പിലയും ലാസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ വിതറി ഇതാ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല തേച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പൊരിച്ചെടുക്കാൻ ഞാൻ ആദ്യം മറ്റേ ചട്ടിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മീൻ പൊരിക്കാൻ ഇതാ ഈ ഒരു ചട്ടിയാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ പാൻ ഇതാ ഈ ഒരു പാൻ മാറ്റി വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ആ മീൻ പൊരിക്കണ എണ്ണ ഉണ്ടായിരുന്നു കുറച്ച്. ഇന്നലെ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു. അത് ഇതിക്ക് ഒഴിച്ചെടുത്ത് അതവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ അടുപ്പത്ത് പപ്പടും കൂടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ വേഗം ഫുഡ് കഴിക്കാമല്ലോ. ഐറൂനും മൂന്നൊക്കെ ആയാലും പിന്നെ പപ്പടം നിർബന്ധമല്ല. അപ്പോൾ നമുക്ക് വേഗം പപ്പടം കഴിച്ചാൽ തന്നെ ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേഗം അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇനി എല്ലാം കൂടിയാണ് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയൊക്കെ ആണെങ്കിലും രാവിലെ മുതൽ ഉച്ച വരെ ഭയങ്കര ചൂടാണ്. കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര തളർച്ചയാണ്. ഈ ചൂടുകൊണ്ടാണ് നമുക്ക് ഒരു സമാധാനം ഇല്ലാത്തത്. കുറച്ച് നേരമായിട്ട് പണിയെടുക്കുമ്പോൾ നമുക്കൊരു തളർച്ചയാണ് അല്ലേ. അപ്പോൾ ഞാനിതൊക്കെ മീൻ പൊരിയുടെ മണൊക്കെ ഇട്ട് മോളൊക്കെ വന്നോള്. ഞാനൊക്കെ രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അധികമൊന്നും കടിയൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഓക്ക് വിശന്നപ്പോൾ പിന്നെ ആയിനോ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. പോള് ഫുഡൊക്കെ വിളമ്പിയിട്ട് മീൻകറി വെച്ച് പോയി. ഇപ്പോൾ മീൻ വറുത്ത് വരുന്നല്ലേ ഉള്ളൂ, ആയിട്ടില്ലല്ലോ. അപ്പോൾ എന്നോടൊന്നും മീൻ പൊരിച്ചിട്ട് മുന്നേ വിളിക്കണ്ടിട്ടോ അമ്മച്ചിയെന്നും പറഞ്ഞ് പോയി. പിന്നെ തൈര് ഇതാ ഒരു പാക്ക് തൈര് പൊട്ടിക്കാത്തുണ്ടായിരുന്നു. അത് പൊട്ടിച്ചിട്ട് അതിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഉള്ളിയൊന്നും അധികം തൈരിൽ ഇടാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുപോയി വെച്ച് മേശപ്പുറത്ത് ഓൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മൂപ്പർക്കുള്ളതും വിളമ്പി ഒക്കെ ഒരു പ്ലേറ്റിൽ തന്നെ വിളമ്പാൻ മതി എന്നിട്ട് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാം. കാരണം ഒക്കെ കൂടെ പാത്രം കഴുകാൻ ആക്കണ്ടല്ലോ എന്ന്. ഞാൻ പിന്നെ കറി പിന്നെ നമുക്ക് ഇഷ്ടത്തിന് ഒഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചിലപ്പോൾ പാത്രത്തിലാക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് പറയും കറിയും ചോറുക്കും ഒഴിച്ചാൽ മതി, വെറുതെ കുറേ പാത്രത്തിലൊന്നും ആക്കണ്ട എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എത്ര കറി വേണമെന്നുള്ളത് ഒരു അളവൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ അത് കറി കൊണ്ടുപോയി വെച്ചു. തൈരും കൊണ്ടുപോയി വെച്ചു, പപ്പടും കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇതുമൂന്നുള്ളതാണ് ഇതാ പ്ലേറ്റിൽ ചോറോടെ കൊണ്ടുവച്ചത് കേട്ടോ. ഇതും വേണമെങ്കിൽ നേരെ ഭയങ്കര ഐറൂനായിട്ട് ഭയങ്കര കളിയിലാണ്. മൂപ്പരതാ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് മോളും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇരുന്ന് പിന്നെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ച് ഞാൻ ഇതുമൂന്ന് വിളിക്കാനാണ് കേട്ടോ പോയത്. ഇതുമ്പോൾ ഈ വരുന്നില്ലേക്ക് എനിക്കും നല്ല വിശക്കുന്നുണ്ട്. കാരണം ഞാനും മോളും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എനിക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ മോളും ഐറൂസിനെ കൊണ്ട് ഉറക്കാൻ പോയിട്ടോ. ഞാൻ നേരെ എനിക്ക് വിശപ്പിൻ്റെ ഉക്കൊണ്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. ഞാൻ വേഗം ഈ ഭക്ഷണം കഴിച്ചു. പിന്നെ രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് ഓരോ പണികളല്ലേ. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് എന്താ പറയുക ഒന്നും ഫുഡും കൂടി കഴിക്കാതെ വെക്കുമ്പോൾ നമുക്ക് ആ നേരം നമുക്ക് ഭയങ്കര വിശപ്പാവുമല്ലോ. പിന്നെ ഞാൻ ഓനെ ഉറക്കാൻ കൊണ്ടുപോയതിന് ശേഷം വേഗം ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നു. കിച്ചണിൽ പിന്നെ പാത്രം കഴുകിയിട്ടൊന്നുമില്ല. ആദ്യം തന്നെ ഓന് അവിടെ ആകെ അതും ഇതൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. ഡൈനിങ് ഹാളൊക്കെ അത് ആദ്യം ഒന്നും എല്ലാം അടിച്ചു വാരി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഫുഡ് കഴിക്കുന്ന മേശൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന ടേബിൾ മേലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച്
വൃത്തിയാക്കി മാഷും കൂടി ഒരു വട്ടം ഒന്ന് നന്നാക്കി ക്ലീനാക്കി തുടച്ചതിന് ശേഷം നമ്മൾ അവിടെയും കൂടി അടിച്ച് വാരി തുടക്കാൻ കരുതി. ഒന്ന് ഓന് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നേരം നമുക്ക് കിടക്കണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. കിടക്കണം എന്നുള്ള ഒറ്റ വാശിയുള്ളതുകൊണ്ട് വേഗം ഞാൻ പണികളിങ്ങനെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കസാല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അടിച്ചു വാരുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം. ഡൈനിങ് ഹാൾ നമ്മൾ സോഫട്ട ഹാളിൽ ഇരിക്കുക, അടിച്ചു വരാൻ സുഖമാണ്. സോഫ ജസ്റ്റ് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ അടിച്ചു തരാൻ മതി. ഈ ഒരു ഇവിടെ അടിച്ചു വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ കസാല നീക്കി അടിച്ചേരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചറ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അടിച്ചു ആരും വേണം, ഇനി തുടക്കുമ്പോഴും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. എന്തായാലും നമ്മളിതാ ഈ ഭാഗം വരെ അടുക്കള വരെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുക്കളയിലും എല്ലാം അവിടെ കൊണ്ട് ഇട്ടിക്കാണ് കേട്ടോ. പിന്നെ ഇവിടെയും കൂടി അങ്ങോട്ട് തുടച്ചു. റൂം പിന്നെ മോള് ഐറൂസും കിടക്കുകയാണല്ലോ ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ അടിച്ചു വാരും തുടക്കാനായിട്ട്. പിന്നെ മുൻഭാഗം അത്രേ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് കുറേ ഒന്നുമില്ല. അങ്ങനെ തുടക്കലും കഴിഞ്ഞു. നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കള കഴിഞ്ഞ് ഈ ഇത്രയും പരിപാടികൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അതിന് ഞാൻ കൂടെ വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കാതെ, അതായത് നമ്മളെപ്പോഴും കാണിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അതായത് ഇതുപോലെ ക്ലീൻ ചെയ്ത് അതും കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്നതേ ഉള്ളൂ. രണ്ടാൾ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കറണ്ട് പോയി, വന്ന് വരിക അത് തന്നെ അത് പരിപാടിൻ്റെ വൈറസ് ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റ് വരികയല്ല കേട്ടോ. ഓന് കറണ്ട് പോയിട്ട് അതായത് വിയർത്ത് എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ അതാ മോളും ദേഷ്യം പിടിച്ചിട്ട് ഓളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, വയറും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാൾ ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് വന്നു. ഞാനാണെങ്കിൽ ആ പണികളൊക്കെ ഒന്നാണ്ട് കഴിഞ്ഞ് വിയർത്തൊലിച്ച് കണ്ടോ, ആകെ വിയർത്തൊലിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ബൈ.